യോ മൈ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്നും ഒരു ഇഫ്താർ മീറ്റ് ഉണ്ട് ഗൈസ്. വേറെ ലാക്കാണ് നമ്മളെ കോളേജിലെ UDSS നടത്തുന്ന ഇഫ്താർ മീറ്റ്. ബാങ്ക് കൊടുക്കുന്ന ടൈം ആയി. ചങ്ങനെ റോട്ടുമ്പോൾ സ്കൂട്ടർ ഇട്ട് കളിക്കുന്നു. അവിടെ മെഹന്തി കൊണ്ടത്തിന് കിഡ്ലായി നടക്കുന്നുണ്ട്. നമ്മളെത്തുമ്പോഴേക്കും കഴിഞ്ഞു മാത്രം. സാധനങ്ങൾ നേരത്തെ വെച്ചിട്ടുണ്ട്. ഇനി പോയി അങ്ങോട്ട് ഇരുന്നാൽ മതി. ഇത് നമ്മുടെ സ്വന്തം ജൂനിയർ അൺഎക്സ്പെക്ടഡ് എടുക്കാൻ പറ്റുന്ന എക്സ്പെക്ടഡ് ആയി പോയി. ഇപ്പൊ ഞാൻ വന്നപ്പോൾ ഇത് പെണ്ണുങ്ങളുടെ വീഡിയോ മാത്രം എടുക്കുന്നു. ഇതിപ്പോ പെട്ടെന്ന് കേജി വന്നത് അതിഥിയാണ്. കഴിഞ്ഞ ജന്മത്തിൽ വേണ്ടപ്പെട്ട ആയോ എനിക്ക് തോന്നുന്നുണ്ട്. ഒറ്റ പൊക്കിച്ച് പോകുന്നുണ്ടോ അല്ല. നമ്മൾ ഉസ്താദയുടെ സ്പോട്ടായിട്ടുണ്ട് ഗൈസ്. ഇത് വെറൈറ്റി കോസ്റ്റ്യൂം. ഇതെല്ലാം കാണും മംഗളപ്പുഴ വൈബ് തന്നെ. ഈ ഓണത്തിന്റെ സമയത്ത് മാവേലിച്ചോറപ്പോയി ക്യൂ ഉണ്ടല്ലോ, അതേപോലത്തെ ആൾക്കാർ എത്ര ആൾക്കാർ മക്കളെ. അങ്ങനെ നമ്മളതിന്റെ കപ്പി വേഗം ഓടിപ്പോയി സീറ്റിലും പിടിച്ചു. നമ്മളെ സീറ്റ് പോലേ നമ്മൾ പിള്ളേരെ സ്പോട്ട് ആയിട്ടുണ്ട്. നോമ്പുറക്കുന്ന സാധനം നിരത്തി വെച്ചിട്ടുണ്ട്. നോക്കണ്ട സമൂസ തന്നെ മെയിൻ എപ്പോഴും തന്നെ കാത്തിരുന്ന് കുറച്ചും കാത്തിരുന്ന് അപ്പോഴേക്കും നമ്മൾ ബാങ്ക് കൊടുത്തു. നമ്മൾ വേഗം ഞാൻ കാരക്കെടുത്ത് അണ്ണാക്കിലേക്ക് കയറ്റി കൊടുത്ത്. പിന്നെ ഞാൻ മുന്തിരം തിരുന്നോടെ വെച്ച് വേഗം മുന്തിരം പെറുക്കിയെടുത്ത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് തിന്ന് ആരും കൊടുക്കാണ്ട്. ഡിവ്ലോഗ് സാക്ഷി പണ്ടാണെന്ന് ആദ്യം വേഗം ചില സന്ദർഭങ്ങളിൽ മാത്രമേ ഞാൻ ഇങ്ങനെ ആവാറുള്ളൂ. സമൂസ ഫുൾ തിന്നുകയും ചെയ്യുന്ന അതിനെപ്പറ്റിയുള്ള കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന രണ്ട് മൊയന്തകൾ. അപ്പുറത്തോടെ പ്ലേറ്റിൽ ഈത്തപ്പഴം ഇങ്ങനെ വെറുതെ കിടക്കുന്ന നമുക്ക് ബേജാർ ഗൈസ്. അപ്പൊ ഞാൻ അതും ഇങ്ങടുത്ത് അതും അകത്താക്കി. പെട്ടെന്ന് ഞങ്ങളപ്പോൾ ഞാൻ നെയ്ച്ചോളാം. ഞാൻ ഇല്ലാണ്ടായി പോയി ഗൈസ്. ഞാൻ ഉള്ളിലേക്ക് ഇങ്ങനെ തോണ്ടിയൊക്കെ ചിക്കനെല്ലാം കിട്ടി സന്തോഷമായി. വെരി നീറ്റ് ആൻഡ് ക്ലീൻ. വന്ന് പുള്ളവളിട്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ അതാണ് ഗൈസ് നമ്മൾ. അവിടെ പോയി നമ്മൾ സ്റ്റോളിൽ നടക്കേണ്ട ഉപ്പിലിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടായി. പിന്നെ ദിയാബ്ലോഗ്സ് പേര് പറഞ്ഞാൽ മതി, ഫ്രീ ആയിട്ട് തരും. കഴിച്ച ബിരിയാണി നമ്മൾ ബേണായിട്ട് എല്ലാവരും കൂടെ ഓണായി ഗൈസ്. പവറേഷായി മൂടേഷായി കേരളാക്കി നമ്മൾ. പാട്ടിന് വജുന്നായിട്ടിലും കാടിന്റെ ഇടയിൽ പോയിട്ട് ബബ്ബാക്കാൻ വേണ്ടി അവിടെ പോയി നമ്മളെ കൂടി തുള്ളി. ഇത്രയും പരിപാടി എടുക്കുമ്പോൾ രണ്ട് മൊയന്തകൾ അവിടെ പോയി കുടുംബശ്രീ നടത്തും. എന്ത് പരിപാടിയാലും ഫോട്ടോ എടുക്കാൻ നമ്മൾ എങ്ങനെയൊക്കെ തിരിച്ചു പോവാ. ഈ ഫോട്ടോയിൽ നിൽക്കാണ്ട് ഫോട്ടോ എടുക്കാൻ കാണിക്കുന്നത് മനസ്സിലാവും. നിങ്ങൾ കാണാണ്ട് പോവരുത്. ഇതാണ് നമ്മളെ യാഫി പുഞ്ചി ഇങ്ങനെ വാജി വെതണം. ഇപ്പൊ വേണമെങ്കിൽ ക്ലീൻ ആക്കി എടുക്കാൻ ഡാൻസ് കളി ഏതാ വൈബ്. അവിടെയൊക്കെ ആയാലും ഫുൾ ക്ലീൻ ചെയ്യണം. അപ്പൊ നമുക്ക് ജസ്റ്റ് പണിത് നമ്മൾ വീട്ടിലേക്ക്